ശൈത്യയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജെമിനി സർക്കസുകാരെ പറ്റി പറയാതെ പോയ മോശമല്ലേ? കുത്തിത്തിരിപ്പുറാണേ പിന്നെയും സെയിം തിങ് തന്നെയാണ് നെവീനോട് പറയണത്. പിന്നെ പ്രണയമൊന്നുമല്ല. പുള്ളിക്കാരത്തിക്ക് ആകെ അങ്ങ് ഫ്രസ്ട്രേഷൻ ആണെന്ന് എന്താണെന്ന് അറിയത്തില്ല. പി ആറിൻ്റെ കേസൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും പി ആർ എന്ന് പറയണത് കേട്ടപ്പോൾ അങ്ങ് സന്തോഷ പുളകിതമായി. പക്ഷേ അത്രയും വിചാരിച്ച ഇമ്പാക്റ്റ് ഒന്നും പുറത്ത് കിട്ടിയില്ല. എന്നാൽ കുറച്ചും കൂടെ ഇരിക്കട്ടെ. അതായത് കുത്തിപ്പറിച്ചിൽ, ഡയറക്റ്റ് പറച്ചില്ല, കുത്തിപ്പറിച്ചിൽ. നമ്മളുടെ പ്രോബ്ലംസ് ഒന്നും എടുത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ കാശ് ഉണ്ടാക്കരുത്. നമ്മളുടെ പ്രോബ്ലംസ് പറയരുത്. പിന്നെ എന്ത് വാഴയടി നീ അവിടെ ചെയ്യുന്നത്? നീ നിൻ്റെ ആ മാപ്പിള കൂടെ കിടന്നതും നടന്നതും നിന്നതും ഒക്കെയാണ് എടുത്തിടുന്നത്. ഇവള് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. അപ്പോൾ ഇവളെന്താ വിൽക്കുന്നത്? ഇവള് സ്വന്തം ജീവിതമല്ലേ വിൽക്കുന്നത്? ഇത് അനുമോള് വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞു ഇത്രേ, അതൊക്കെ നുണിയായിരുന്നു എന്ന് പറയാനായിട്ട് വളഞ്ഞുകൊണ്ടുവന്നാ നെവിൻ തലകുലുക്കി കേൾക്കണം. നെവിൻ കൂടുതലൊന്നും മറുപടി പറയുന്നില്ല. ശരി, ഓക്കെ, ആ ഒരു ഫോമിലാണ് നെവിൻ ഇരിക്കുന്നത്. ഈ സമയത്ത് ക്യാമറ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. ആ പാവം കൊച്ചി ഇവക്കൊക്കെ തിന്നാൻ വേണ്ടി അവിടെ കിടന്ന് വേവിക്കുന്നു. കഷ്ടം. അത് വേവിച്ച് വെക്കുന്ന ഭക്ഷണം എടുത്ത് നഴുക്കി തിന്ന് ഏമ്പൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് മാറിയിരുന്ന് അതിനെ പറയണത് എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. PR അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മറ്റേതല്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. PR ചെയ്യും, അത്യാവശ്യം കണ്ടിച്ച്, അത് വെട്ടിക്കണ്ടിച്ച്, മീനല്ല, എഡിറ്റ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടും. ഒരു പട്ടിച്ചാത്തനും കാണാനുമില്ല. ഞാനിപ്പോൾ കുഞ്ഞു മോളായിട്ടാണ് വന്നിരിക്കുന്നത്. ബോബൊക്കെ ചെയ്തിട്ട് മുടിയൊക്കെ ചെറുതാക്കി ഞാൻ ചെറുതായി. ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാൻ പോയി നേരെ ഹോസ്പിറ്റലിൽ കിടന്നു എൻ്റെ ബോഡിയൊക്കെ ഞാനൊന്ന് റിക്കവർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ 2 സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി ചെയ്യും. അങ്ങനെ 2 സുഹൃത്തുക്കളോ 3 സുഹൃത്തുക്കളോ പോട്ടെ, അത്രയും സുഹൃത്തുക്കൾ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ സുഹൃത്തോ ഒന്നുമല്ലാത്ത ഒരാൾ അവൾക്ക് വേണ്ടി അത് ചെയ്യണമെങ്കിൽ അത് കാശ് കൊടുത്തിട്ടായിരിക്കത്തില്ലേ? അതല്ലേ PR എന്ന് പറയുന്നത്. വളഞ്ഞു പിടിക്കുകയാണ്. നിനക്കങ്ങനെ അറിയാം? ആ പറഞ്ഞ PR ഇറക്കാൻ അവളെ കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ? ഞാൻ അനുവിൻ്റെ PR ആണ്. എനിക്ക് അവൾ PR ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ അനുവിൻ്റെ PR ആണ്. ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ അനുവിൻ്റെ PR തന്നെയാണ്. എന്നെ അവൾ വിളിച്ചിട്ടില്ല, അവളുടെ കുടുംബക്കാരുമായി ഞാൻ സഹകരിച്ചിട്ടില്ല, എനിക്ക് ആരെയും അറിയത്തില്ല. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അവളുടെ PR തന്നെയാണ് 100%. എടി, അതിന് സൗഹൃദം പോലും വേണ്ട, ഇഷ്ടം മതി. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട്, ഇഷ്ടം കൊണ്ട്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗൾഫിലുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സിസ്റ്റം എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് കാണുക. അവർക്ക് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഡെയിലി ഒരു വോട്ട് ആ കുട്ടിക്ക് വീഴുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ല, അവൾക്കതിൽ പ്രയോജനമേ ഉള്ളൂ. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരൊക്കെ അവൾക്ക് വോട്ടിടണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അടുത്ത് പറയുന്നതാണ് കോമഡി പീസ്. ഈ പറയുന്ന നമ്മുടെ സ്വന്തം ജീവിതം വിൽക്കുന്ന എന്തിനാണ്? നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും നമ്മൾ എന്തിന് പറയണം? നിൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും പറയാതെ നീ പിന്നെ അവിടെ എന്തൊരു വാഴ പറഞ്ഞ് നീ ഭയങ്കര പണിക്കാരിയാണെന്നാ, നീ ഭയങ്കര സംഭവമാണെന്നാ, നീ എന്തൊരു ഇളവോടെ പറഞ്ഞിട്ടാണ് നീ റീച്ചായത്? ഈ പെണ്ണുണ്ടല്ലോ, ഉള്ളതിൽ വെച്ച് കുത്തിത്തിരിപ്പാണെന്ന് പറഞ്ഞാൽ വെറും കുത്തിത്തിരിപ്പ്. ബാക്കിയൊക്കെ പോട്ടെ, പ്രൊഫഷൻ അത് ഇത്, അങ്ങേയറ്റം കുത്തിത്തിരിപ്പ്. ആ ഡേർട്ടി ഗ്യാങ്ങിലുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സാധനം ഇവളായിരുന്നു. ആരും അറിയാതെ അതിൻ്റെ ഇടയ്ക്ക് നിന്നു. അതിൻ്റെ കാരണക്കാരി നൂറയാണ്. അവളുടെ ക്യാരക്ടർ കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി, അതിൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കാൻ പറ്റി. പക്ഷേ ആ ഇമ്മ്യൂണിറ്റി തന്ന വ്യക്തിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ദൈവം തന്നെ ഒരു അവസരം കൊടുത്തപ്പോൾ അത് കൊടുക്കുന്നില്ല, കുപ്പയിലിടുന്നു എന്ന് പറഞ്ഞ മഹത്ത് വ്യക്തിയായ വെറും ചീഞ്ഞ പെണ്ണാണിത്. അങ്ങനെയുള്ളവളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനുണ്ട്? പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നതാണ്, അവൾ ചെയ്യുന്നത് ഫുഡ് വ്ളോഗിങ് അല്ല, അവൾ അവളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ചെയ്യുന്നത്. ഞാൻ കണ്ടു ഒരുപാട് കാര്യം അങ്ങനെയാണ്, പെട്ടി പാക്ക് ചെയ്യുന്നത്, അത് ഇത്. സ്വന്തം ജീവിതം വിറ്റല്ലേ നിൽക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്ത് വിൽക്കുന്നതാണ്? ചക്കയും മാനയും ചേങ്ങയാ? സ്വന്തം ജീവിതമാണ് വിൽക്കുന്നത്. നമ്മളുടെ പ്രൈവസിയാണ് നമ്മൾ വിൽക്കുന്നത്. അതിപ്പോൾ പേളിമാണി അങ്ങനെയാണ്, അവളുടെ പ്രൈവസിയാണ്, അവളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് അവൾ വിറ്റ് കാശാക്കുന്നത്. അങ്ങനെ കിട്ടുന്നെങ്കിൽ അവൾ വാങ്ങിച്ചോട്ടെ എന്നല്ലേ, അതിന് മറ്റൊരു തലം ചിന്തിക്കേണ്ട. പക്ഷെ നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നല്ല. അത് ബിന്നിക്ക് കുഴപ്പമാകുന്നത്, അത് ബിന്നി ചെയ്യുമ്പോൾ കുഴപ്പമല്ലാതാകുന്നതും അനുമോളോടുള്ള അസൂയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നല്ല ശുദ്ധ അസൂയ. ഇതുപോലെ 916 അസൂയ ഇനി ഒരാൾക്കും വരത്തില്ല എന്നുള്ളത് വാസ്തവം. അമ്മാതിരി. അതുപോലെ ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ പറയുന്നുണ്ട്. ഏറ്റവും ചീപ്പ് ഗെയിം കളിച്ചവരാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യണത്. അനുമോളല്ല അവിടെ ചീപ്പ് ഗെയിം കളിച്ചത്. ചീപ്പ് ഗെയിം കളിച്ചത് ഈ ടീമുകളൊക്കെ തന്നെയാണ്. എന്നിട്ട് കുറ്റം മുഴുക്ക അനുകൂച്ചിരും. അതാണ് മനസ്സിലാകാത്തത്. എന്തരോ ശിവൻ അറിയാം. ഏതായാലും കപ്പ് അനുമോൾ കാണുന്ന ഉറപ്പിച്ചതോടുകൂടി ഇവരുടെ എല്ലാം ഉള്ളിലുള്ള ആ വൃത്തികേട് അങ്ങനെ എടുത്ത് വരികയാണ്. മാത്രമല്ല അനുമോളെല്ലാം കൂടെ കൊന്ന് തിന്നും ഗൈസ്.
എങ്ങനെയും ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് ആ കൊച്ചൊന്ന് പുറത്തേക്ക് വന്നെങ്കിൽ സമാധാനമാകും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹൈപ്പും കൂടെ ചെയ്താൽ സന്തോഷം. ഞാനും ബിഗ് ബോസ് വിന്നറാകും. താങ്ക് യു സോ മച്ച്.